നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് തന്നെ BJPക്ക് ആദി കയറി അസാമിൽ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുകയാണ്. കള്ളക്കേസ് ഉണ്ടാക്കിയും എൻഫോഴ്സ്മെന്റ് ED റെയ്ഡ് എന്ന് പറഞ്ഞും പല കോൺഗ്രസ് MLA-മാരുടെയും വീട് റെയ്ഡ് ചെയ്ത് അവർക്കെതിരെ വലിയ വ്യാപകമായിട്ടുള്ള ദുഷ്പ്രചരണവുമായി BJPയുടെ വാർ റൂം തുറന്നിരിക്കുകയാണ്. മാത്രമല്ല, BJPയുടെ നേതാക്കൾക്കെതിരെ ശക്തമായ തെളിവുമായി അവരെ ശക്തമായി തൊലിയൊഴിക്കുന്ന രീതിയിൽ പ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്ന ഗൗരവ് ഗൊഗോയിയെ സംസ്ഥാനത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും വലിയ പ്രചരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. വർഗീയ കലാപം ഉണ്ടാക്കാൻ ഹിമന്ത ബിശ്വാസിന് പ്രത്യേക താല്പര്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അസാമിൽ നിന്നും നിരവധിയായ മുസ്ലിം കുടുംബങ്ങളും അവിടുത്തെ ന്യൂനപക്ഷ മേഖലയിലുള്ളവരും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അസാമിൽ അവർക്കെതിരെ വരുന്ന വലിയ രീതിയിലുള്ള അതിക്രമമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി ലോക്സഭയിൽ MP-യായ റാക്കിബുൾ ഹുസൈൻ വ്യക്തമാക്കി പറഞ്ഞതുമാണ്. നമുക്കറിയാം, അസാമിലെ ജനസംഖ്യ കണക്കെടുപ്പ് നോക്കുമ്പോൾ ഏകദേശം 40% വരുന്നത് ന്യൂനപക്ഷ മേഖലയിലുള്ളവരാണ്. മുസ്ലിം വിഭാഗക്കാർക്കെതിരെയുള്ള കടുത്ത വിരോധ നടപടികളാണ് ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ കുറേയധികം കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻ BJPയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന സർബാനന്ദ സോനോവാൾ എങ്ങനെയാണോ ഒരു മിതവാദിയെ പോലെ അവിടെ നിന്നത്, എന്നാൽ അതിന് തികച്ചും ഘടകവിരുദ്ധമായാണ് മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ വർഗീയ പ്രചരണവുമായി ഹിമന്ത ബിശ്വാസ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, BJP-കാരൻ പോലും അല്ലാത്ത ഹിമന്ത ബിശ്വാസ് കോൺഗ്രസ് വിട്ട് തരുൺ ഗൊഗോയുടെ വകുപ്പ് മന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയുടെ ക്യാബിനറ്റിലെ വിശ്വസ്തൻ എന്ന് ഖ്യാതി നേടിയ ഹിമന്താണ് BJP-യിലേക്ക് ചേക്കേറിയതും പിന്നീട് BJP-യിൽ ഏറ്റവും വലിയ വർഗീയവാദി താനാണ് എന്ന് സ്വയം ആത്മരതി കൊള്ളുന്ന രീതിയിലുള്ള പ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹിമന്തിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കരുത് എന്ന അസാമിലെ നിരവധിയായ BJP-ക്കാരുടെ അപേക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ചും കേന്ദ്ര കോർ കമ്മിറ്റിക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള അസാമിൽ നിന്നുള്ള BJP MP-മാരും ഹിമന്തിനെ ശക്തമായി എതിർക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ഷെയർ കുറയാൻ കാരണമായത് ഇയാൾ നടത്തിയ വർഗീയ പ്രചരണമാണ് എന്ന് വിശ്വസിക്കുന്നവരും പലരാണ്. അസാം ഗണപരിഷത്തിൽ ഉള്ള നേതാക്കൾക്ക് പോലും ഹിമന്തുമായി സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ്. അതേസമയം കോൺഗ്രസ് ആകട്ടെ കൂടുതൽ സഖ്യം വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ കൂടി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ അസാമും മണിപ്പൂരും കോൺഗ്രസ് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്.